വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കോമഡി ഉത്സവവേദിയെ സംഗീത സാന്ദ്രമാക്കാൻ എത്തുന്ന കലാകുടുംബം. 35 വർഷക്കാലമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന രാജു പനക്കലും മക്കളായ യദു കൃഷ്ണനും വിധു കൃഷ്ണയുമാണ് ഈ സംഗീത കുടുംബത്തിലെ അംഗങ്ങൾ. സംഗീതോപകരണങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന യദു കൃഷ്ണൻ ബികോം 2ാം വർഷ വിദ്യാർത്ഥിയാണ്. പുല്ലാങ്കുഴൽ വിഭാഗത്തിൽ തുടർച്ചയായി 4 വർഷം കലോത്സവ വിജയിയായ മകൾ വിധു കൃഷ്ണ BA 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. താൻ ആർജിച്ചെടുത്ത സംഗീതത്തെ തന്റെ മക്കൾക്കു കൂടി പകർന്നുകൊടുത്ത രാജു പനക്കൽ ഇന്നൊരു സംഗീത സംവിധായകനായും പേരെടുത്തുകൊണ്ടിരിക്കുന്നു. മൂൺലൈറ്റ് മെലഡീസ് എന്ന പേരിൽ സ്വന്തമായി ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു വരുന്നു രാജുവും മക്കളും. കോമഡി ഉത്സവവേദിയിൽ രാജു പനക്കലിനും മക്കളായ യദു കൃഷ്ണനും വിധു കൃഷ്ണയ്ക്കും സ്നേഹസ്വാഗതം.
ആദ്യമേ നിങ്ങൾ സെലക്ട് ചെയ്ത പാട്ടുകളെല്ലാം പൊളിയായിരുന്നു കേട്ടോ. ഗംഭീരമായിട്ട് അത് ചെയ്യുകയും ചെയ്ത് അസലായിരുന്നു. മത്സരമായിരുന്നല്ലേ രണ്ടും തമ്മിൽ അല്ലേ? രണ്ടുപേരും തമ്മിൽ മത്സരമാണ്. പേര് പറഞ്ഞല്ലോ, പേര് യദു കൃഷ്ണ. അത് അച്ഛൻ രാജു പനക്കൽ. ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്. ഗംഭീരണ്ട്. രഞ്ജിടാ, ത്രിമൂർത്തികൾ എന്നൊക്കെ പറയുന്നല്ലേ, അതിന്റെയൊക്കെ ഒരു പര്യായമാണ് നിങ്ങൾ. ത്രിമൂർത്തികളാണ്, 3 മൂർത്തികളാണ്. അതുമല്ല, പാടാൻ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ് ഈ സംഗീത ഉപകരണം എടുത്തിട്ട് നിങ്ങൾ പെരുക്കിയത്. അസലായിട്ടുണ്ട് കേട്ടോ. ഫ്ലോട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെയാണ് നമുക്ക് കാണിച്ച അഭിമാനത്തോടെ കാണിക്കാൻ പറ്റും. ഇതുപോലെ ഇവിടെ പുല്ലാങ്കുഴൽ ഊതിയ ഒരു പെൺകുട്ടി ഉണ്ടാവില്ല, ഇത്ര മനോഹരമായിട്ട്. അതുപോലെ മോൻ ലോഡിക്ക, എന്ത് രസമാണെന്ന് അറിയാം. കാരണം ഈ തനിയാവർത്തനം പോലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ശരിക്കും കോമ്പറ്റീഷൻ, നിങ്ങൾ തമ്മിൽ മത്സരമാണ് ശരിക്കും നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ സമാധാനിപ്പിക്കാനായിട്ട് അച്ഛൻ ഇട്ടൊക്കെ ടങ് കടകടങ്ങ് അവരുടെ തമ്മിലുള്ള പ്രശ്നം തീർക്കാനായിട്ട്. യഥാർത്ഥത്തിൽ അച്ഛൻ ശരിക്കും ചേട്ടനിയന്മാരെ പോലെ തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ഇവിടെ എത്തിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിലാണ്. ഈ കോമഡി ഉത്സവത്തിന്റെ നല്ല പീക്ക് ടൈമിലാണ് എത്തിയത്. ആദ്യമൊക്കെ വന്നിരുന്നെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട് പോവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളെ ലോകം അംഗീകരിക്കും. ഇനി നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും പ്രോഗ്രാമുമായിട്ട്, യാതൊരു സംശയമില്ല. കാരണം ഔട്ട്സ്റ്റാൻഡിങ് ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ, ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളുടെയൊക്കെ തന്നെ ഒരു പരിപാടി ഫുള്ളായിട്ട് എനിക്ക് കുറേ നേരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ പരിപാടികൾ? മൂൺലൈറ്റ് മെലഡീസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് നമുക്കുണ്ട്, ഒരു വലിയ പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊരു ലുലു മോളുണ്ട്, എന്നിട്ടാണ് ചെറിയ പലചരക്കടയായിട്ട് വന്നത് ഇവിടെ അല്ലേ? ഫുള്ള് ട്രൂപ്പ്, ഫുൾ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ട്. ഫുൾ ഓർക്കസ്ട്ര. അപ്പൊ അതിലിങ്ങനെ ഓർക്കസ്ട്ര പെർഫോമൻസ് ഉണ്ട്. കൊതി തീർന്നില്ല കേട്ടോ നമുക്ക് കണ്ടിട്ട്. എന്തായാലും വീണ്ടും വരണോട്ടോ ഇവിടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മളെ വേദിയിൽ ചോദിച്ച് കൈയടി മേടിക്കുന്നതും ചോദിക്കാതെ കൈയടി മേടിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. കാര്യം ചോദിക്കാതെ കൈയടി മേടിക്കുന്ന ഒരു കലാകാരനാണ് ഗംഭീര കലാകാരൻ. അപ്പം നിങ്ങൾ 3 പേരും ഇന്ന് ഇവിടെ ഇരുന്നവർ നിങ്ങൾ ചോദിക്കാതെ കൈയടി തന്നു എന്നുണ്ടെങ്കിൽ അത്ര ഗംഭീരമായ പെർഫോമൻസ് എടുക്കാം. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് മോള് ഓടക്കുഴി നമ്മൾ പാട്ടുകൾ പലതും കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്പീഡായിട്ട് വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആദ്യമാണ് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ വന്നിരിക്കുന്നത്. അത് എടുത്ത് പ്രയോഗിച്ച ഒരു പാട്ടെന്ന് പറഞ്ഞാൽ മത്സര പാട്ടുകളാണ്. പടകാളി ചണ്ടിച്ചങ്കരി, അത് പാടണമെങ്കിൽ പോലും വലിയ പാടാണ്. അത് നിങ്ങൾ രണ്ടുപേരുടെ ഭയങ്കര ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. അതിനാദ്യം അന്തിക്കടപ്പുറം എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ സോങ്ങിൽ ലാസ്റ്റ് കൊണ്ടിടുന്നതാണ്. കാര്യം അത്ര ഓളം കിട്ടാൻ വേണ്ട. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു അളവ് കറക്റ്റ് മീറ്ററിലാണ്. പിന്നെ നമ്മുടെ സംഗീതമേ സ്വരങ്ങൾ പാടി തീർക്കുന്നു, നല്ല കണക്ഷനാണ്. ഇത് ശരിക്കും ഈ ഐഡിയ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്താണ്, നേരത്തെ നിങ്ങൾ ഇങ്ങനെ സ്റ്റേജ് ചെയ്യുന്നതാണ്? ഇവിടെ വന്ന് ചെയ്തതാണ്, സമയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് ചെയ്തത്. എന്തായാലും ഇത് ഇനി എല്ലാ വേദിയിലും നിങ്ങൾക്ക് പ്രയോഗിക്കാം, അത്രമാത്രം ഗംഭീരമാണ്. ഇനി എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കുടുംബം അടച്ച് പ്രോഗ്രാമിന് പോട്ടെ. ഒരു കുടുംബമൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് ഇഷ്ടം പോലെ പ്രോഗ്രാം എല്ലായിടത്തും കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ആര്യവട്ട കോളേജ് ഇഷ്ടമായില്ലേ? ഒരു ഗൈഡ് എടുത്തേ. അപ്പൊ അച്ഛനും മക്കൾക്കും ഉള്ള സമ്മാനം ശാന്തിഗിരി ഹൃദയരഞ്ജിനിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. Yeah.